എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ വന്നിരിക്കുന്നത് തുളസിയുടെ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ തുളസിയെ ഔഷധ സസ്യങ്ങളുടെ മദർ ഓഫ് ഹെർബ്സ് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം എല്ലാ രോഗങ്ങൾക്കും നമുക്ക് ഔഷധമായിട്ട് തുളസിയെ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ തുളസി ഒരു 200 വെറൈറ്റീസ് ഓഫ് തുളസി ഉണ്ടെന്നാണ് പറയുന്നത്. എങ്കിലും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്, നമ്മുടെ പറമ്പിലും വീടുകളിലും ഒക്കെ കണ്ടുവരുന്ന തുളസി എന്ന് പറയുന്നത് കൃഷ്ണ തുളസിയും രാമതുളസിയുമാണ്. ഒട്ടനവധി തുളസികളുണ്ട്. നാരങ്ങ തുളസി, മധുര തുളസി, അഗസ്ത്യ തുളസി, കർപ്പൂര തുളസി, വനതുളസി എന്നൊക്കെ പറഞ്ഞ ഒത്തിരി തുളസിയുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്, നമ്മുടെ വീടുകളിലൊക്കെ കണ്ടുവരുന്നത് കൃഷ്ണ തുളസിയും രാമതുളസിയുമാണ്. കൃഷ്ണ തുളസി രാമതുളസിയും നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? കൃഷ്ണ തുളസിക്ക് അതിൻ്റെ തണ്ടിനും നമ്മളുടെ ഇലയ്ക്കുമൊക്കെ ഒരു പർപ്പിളിഷ് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഉണ്ടാവും. എന്നാൽ രാമതുളസിക്ക് തണ്ടിന് വെള്ള നിറവും ഇലയ്ക്ക് പച്ച നിറവും തന്നെയായിരിക്കും. പക്ഷേ കൃഷ്ണ തുളസിക്ക് ഒരു കറുപ്പ് അല്ലെങ്കിൽ പർപ്പിൾ കളർന്ന നിറമാണ് കൃഷ്ണ തുളസിക്ക് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കൃഷ്ണ തുളസിയും രാമതുളസിയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ കൃഷ്ണ തുളസിക്കാണ് രാമതുളസിയെ അപേക്ഷിച്ച് ഒത്തിരി ഗുണങ്ങൾ കൂടുതലുള്ളത്. രാമതുളസിക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. എന്നിരുന്നാലും കൃഷ്ണ തുളസിക്കാണ് കുറച്ചധികം ഗുണങ്ങൾ ഉള്ളത്. അപ്പോൾ കൃഷ്ണ തുളസിയിലായാലും രാമതുളസിയിലായാലും ധാരാളം വിറ്റാമിൻസും മിനറൽസും, വിറ്റാമിൻസ് എ, ഡി, വിറ്റാമിൻ എ, വിറ്റാമിൻ കെ, വിറ്റാമിൻ സി, വിറ്റാമിൻ ബി, അതുപോലെ തന്നെ മിനറൽസ് ആയിട്ടുള്ള മഗ്നീഷ്യം, സിങ്ക്, കാൽഷ്യം ഒക്കെ ധാരാളം ഈ തുളസിയിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ തുളസിയുടെ എന്തൊക്കെ പ്രോപ്പർട്ടീസാണുള്ളതെന്ന് നോക്കാം. ഇതൊരു ആൻറ്റി പൈററ്റിക് ആണ്, ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി വൈറലാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളാണ് തുളസിക്കുള്ളത്. തുളസി നമുക്ക് ഏതൊക്കെ രോഗങ്ങളിലാണ് ഉപയോഗിക്കാവുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഒരു രോഗമില്ലാതെയും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് തുളസിയില സഹായിക്കുന്നു. അതുപോലെ റെസ്പിറേറ്ററി ഡിസീസസ് ആയിട്ടുള്ള ജലദോഷം, ചുമ, കഫക്കെട്ട്, പനി, ആസ്മ പോലുള്ള രോഗങ്ങൾക്കും തുളസിയില വളരെ ഗുണപ്രദമാണ്. സ്കിൻ ഡിസീസസ് ആയിട്ടുള്ള റാഷസ്, ചൊറിച്ചിൽ, അത്തരം ആക്നെ പോലത്തുള്ള പിഗ്മെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലും തുളസിയില വളരെയധികം ഗുണപ്രദമാണ്. പിന്നെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ കൊളസ്ട്രോളും ഷുഗറും BP എല്ലാം കുറയ്ക്കുകയും കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഹാർട്ട് ഹെൽത്ത് നല്ല രീതിയിൽ നിലനിർത്താനും തുളസിയില വളരെയധികം ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ചെറു പ്രാണികൾ, ഇൻസെക്ട്സ് ബൈറ്റിനൊക്കെ തന്നെ നമ്മളുടെ തുളസിയില വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്, വളരെയധികം ഇഫക്റ്റീവുമാണ്. താരൻ, പെയിൻ ശല്യം ഇതുപോലുള്ള അത് കാരണമുണ്ടാകുന്ന ചൊറിച്ചിലുകൾക്കൊക്കെ തന്നെ നമ്മളുടെ തുളസിയില ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒട്ടനവധി പെയിൻ റിലീഫായിട്ട്, ഹെഡേക്ക്, ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾക്ക് പെയിൻ റിലീഫായിട്ട് നമ്മൾ തുളസിയില ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തുളസിയിലയുടെ ഗുണങ്ങൾ ഒട്ടനവധിയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രയോഗങ്ങൾ നമുക്ക് നോക്കാം. ഏതൊക്കെ അസുഖങ്ങളിൽ എന്തൊക്കെ രീതിയിലൊക്കെ പ്രയോഗിക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. തുളസി ഇലയും പനിക്കൂർക്ക ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വഴി തന്നെ നമ്മളുടെ ഒരു ഇമ്മ്യൂണിറ്റി കൂടുന്നുണ്ട്, നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആവുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാം. അതുപോലെ ഹെർബൽ ടീ ഉണ്ടാക്കി കുടിക്കാം. നമ്മൾ നോർമൽ ചായ ഇടുമ്പോൾ തന്നെ അതിൽ കുറച്ച് തുളസി ഇലയും ഇഞ്ചിയും നമ്മുടെ ഏലക്കയൊക്കെ ഇട്ട് ഹെർബൽ ടീ ആയിട്ട് കുടിക്കാം. അല്ലെങ്കിൽ നമുക്കൊരു ഡിക്കോക്ഷനായിട്ട് ചുക്ക്, ഇഞ്ചി, ഏല, നമ്മുടെ തുളസി, പനിക്കൂർക്ക, ഗ്രാമ്പൂ, ഇച്ചിരി നാരങ്ങ നീര്, മഞ്ഞളൊക്കെ ഇട്ട് ഒരു ഹെർബൽ ഡിക്കോക്ഷൻ പോലെ കുടിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ റെസ്പിറേറ്ററി പോലത്തുള്ള ഡിസീസിൽ തുളസി നീരിൻ്റെ 1 ടീസ്പൂണും പനിക്കൂർക്ക ഇലയുടെ നീരിൻ്റെ 1 ടീസ്പൂണും ഇഞ്ചി നീര് 1/2 ടീസ്പൂണും അതുപോലെ തന്നെ തേൻ 1/2 ടീസ്പൂണും എടുത്തിട്ട് നമുക്കത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചുമ, ജലദോഷം അതൊക്കെ ശമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആടലോടകത്തിൻ്റെ ഇല കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഡിക്കോക്ഷനും 1 ടീസ്പൂണും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇഫക്റ്റാണ്. അതുപോലെ തന്നെ നമ്മളുടെ ആക്നെ, മുഖക്കുരുവിന്
തുളസി നീരും അതുപോലെ തന്നെ പച്ചമഞ്ഞളും അരച്ച് ലേപം പോലെ പുരട്ടുന്നത് വളരെയധികം ഫലപ്രദമാണ്. പിഗ്മെൻറ്റേഷൻ, കരിമംഗല്യം അതുപോലത്തുള്ള ഇതിനും പിഗ്മെൻറ്റേഷനൊക്കെ കുറയാനായിട്ട് നമ്മുടെ തുളസി നീര് വളരെയധികം ഇഫക്റ്റീവാണ്. ഒന്നുമില്ലെങ്കിലും നമ്മൾ തുളസി ഇറൻ്റെ നീര് വെറുതെ വരച്ച് മുഖത്ത് പുരട്ടുകയാണെങ്കിൽ സ്കിന്നിന് ഒരു ചെറിയ ഗ്ലോ ഒക്കെ കിട്ടുന്നതായിട്ട് കാണുന്നത്. അതിൻ്റെ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ പുറത്തുള്ളതിന് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉള്ളിലെ ടോക്സിൻസും നമ്മളുടെ സ്കിന്നിൻ്റെ പുറത്തുള്ള ടോക്സിൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യാനായിട്ടും ഒരു ചെറിയൊരു ഗ്ലോ ഒക്കെ കൊണ്ടുവരാനായിട്ട് തുളസി നീര് മുഖത്ത് പുരട്ടുന്നത് വഴി വളരെയധികം ഫലപ്രദം ചെയ്യും. അതുപോലെ തന്നെ ഇൻസെക്റ്റ് ബൈറ്റ്, ചെറു പ്രാണികൾ കടിച്ചുണ്ടാകുന്ന ചൊറിച്ചിൽ, തടിപ്പ്, റെഡ്നെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് തുളസി നീരും പച്ചമഞ്ഞളും പുറമേ ഒരു ലേപമായിട്ട് അരച്ച് പുരട്ടുക. അതുപോലെ തന്നെ ഉള്ളിലേക്കും സേവിക്കുകയാണെങ്കിൽ ചെറിയ പ്രാണികൾ കടിച്ചുണ്ടാകുന്ന വേദനയും ചൊറിച്ചിലുമൊക്കെ നമുക്ക് കുറയാൻ സാധിക്കും. അത് അമിതമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണണം. ചെറിയ ചെറിയ പ്രാണികൾ കടിച്ചുണ്ടാകുന്ന ചെറിയ ചെറിയ നീർക്കെട്ടിനും ചെറിയ ചെറിയ ചുവപ്പിനും ചൊറിച്ചിലിനും വരെ ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ വളരെയധികം യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ തലയിലുണ്ടാകുന്ന പേന്, ഡാൻഡ്രഫ് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് തുളസി ഇല കുറച്ച് ക്രഷ് ചെയ്ത് തലയിൽ ഉറങ്ങാൻ നേരം വെച്ച് കിടക്കുകയാണെങ്കിൽ ഇതൊക്കെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലുള്ള സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിൽ, ഇച്ചിങ് അതൊക്കെ ഈ തുളസി നീരും പച്ചമഞ്ഞളും വെച്ച് ലേപം ചെയ്യുന്നത് വളരെയധികം ഇഫക്റ്റീവാണ്. തലവേദന പോലെയുള്ള അസുഖങ്ങൾക്ക് തുളസി നീര് ലേപമായിട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് നമുക്കൊരു കൂളിംഗ് ഇഫക്റ്റ് കിട്ടും, ഒരു തണുപ്പ് ഇഫക്റ്റ് കിട്ടും, വേദന കുറയ്ക്കും. അതുപോലെ തന്നെ തുളസി നീരും നാരങ്ങാ നീരും നമ്മുടെ രാസ്നാദി ചൂർണത്തിൽ മിക്സ് ചെയ്ത് ലേപം പോലെ നെറ്റിയിൽ പുരട്ടുന്നത് തലവേദനയ്ക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നല്ലൊരു പരിഹാരമാണ് കേട്ടോ. നമുക്ക് രാസ്നാദി പൊടിയും നമ്മളുടെ നാരങ്ങ നീരും അങ്ങനെ അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ കുറച്ച് തുളസി നീരും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു തലവേദന നമുക്ക് ശമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല അസുഖങ്ങൾക്കും നമുക്ക് തുളസി ഇല ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് കഷായം വെച്ചോ ച്യൂ ചെയ്തോ അല്ലെങ്കിൽ ഡിക്കോക്ഷനായിട്ടോ അല്ലെങ്കിൽ ലേപം പോലെയോ ഒക്കെ നമുക്ക് പുരട്ടാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് തുളസി, സുരസാദി, കേരം എണ്ണ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മിക്ക കഫ് സിറപ്പുകളിലും ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തുളസി തന്നെയാണ്. ബിക്കോസ് അത് റെസ്പിറേറ്ററി ഡിസീസിന് വളരെയധികം ഗുണപ്രദമാണ്. അതുപോലെ സ്കിന്നിനായാലും നമ്മുടെ ഡൈജഷനൊക്കെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് നല്ലൊരു വിഷാംശത്തെ പുറന്തള്ളാനായിട്ട് എന്തെങ്കിലും വിഷചികിത്സയിൽ തുളസി ഇല വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വിഷചികിത്സയിൽ പലതരം മരുന്നുകൾ തുളസി നീരിൽ ചാലിച്ച് പുരട്ടുകയും ചെയ്യുന്നുണ്ട്. ഉള്ളിലേക്ക് അതിനൊപ്പം മരുന്നുകൾക്കൊപ്പം തുളസി നീര് ഉള്ളിലേക്ക് സേവിക്കാനും കൊടുക്കുന്നുണ്ട്. വിഷചികിത്സയിൽ വളരെയധികം ഇമ്പോർട്ടൻറ്റ് തുളസിക്കുണ്ട്. വിഷത്തെ നീക്കാനായിട്ട് വളരെയധികം ഒരു കഴിവ് തുളസിയിലൊക്കെയുണ്ട്. അപ്പോൾ ചെറിയ പ്രാണികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പച്ചമഞ്ഞളും തുളസി നീരും അരച്ച് ലേപം ചെയ്യുന്നതും ഉള്ളിൽ കഴിക്കുന്നതൊക്കെ വളരെയധികം ചെറിയ പ്രാണികൾ കടിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഫസ്റ്റ് എയ്ഡായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് സ്ട്രെസ്സും ആങ്സൈറ്റി ലെവലും വളരെയധികം കുറയ്ക്കുന്ന യൂജിനോൾ എന്നൊരു കണ്ടൻറ്റ് തുളസിയിലുള്ളത് കൊണ്ട് തന്നെ ഈ സ്ട്രെസ് നമുക്കൊരു കാം ഡൗൺ ചെയ്യിക്കാനായിട്ട് ഈ തുളസിക്ക് കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ഡിക്കോക്ഷനൊക്കെ വെച്ച് കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉറക്കത്തിനും നമ്മളുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും ഒക്കെ നമുക്ക് വളരെയധികം സഹായം ചെയ്യും. അതിനുപരിയായിട്ട് ഒരു അസുഖമില്ലെങ്കിൽ നമ്മളുടെ ഒരു ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കിത് ഉള്ളിൽ കഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ആവി കൊള്ളാൻ നമുക്ക് ഒരു ബാക്ടീരിയൽ ആയിക്കോട്ടെ, വൈറൽ ആയിക്കോട്ടെ, എന്ത് ഇൻഫെക്ഷൻ ആയാലും ഇൻഫെക്ഷൻ ഇല്ലെങ്കിലും നമുക്ക് വെറുതെ ഇൻഫെക്ഷൻ ഉള്ള സ്റ്റേജിലും ഇല്ലാത്ത സ്റ്റേജിലൊക്കെ ആവി കൊള്ളാനായിട്ട്, സ്റ്റീം കൊള്ളാനായിട്ട് തുളസിയില, നമ്മളുടെ പനിക്കൂർക്കയുടെ ഇല, 2-3 ഗ്രാമ്പു, മഞ്ഞൾ ഇത്രയും ഇട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റീം ഇൻഹലേഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ മൈക്രോബിയലും ആൻഡ് ബാക്ടീരിയലും ഒക്കെ തന്നെ പുറന്തള്ളപ്പെടുകയും നമുക്ക് ആ ഇൻഫെക്ഷൻ കുറയുന്നതായിട്ട്, ചുമയും കഫക്കെട്ടും അല്ലെങ്കിൽ തലവേദനയും പനിയൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അസുഖം ഇല്ലാത്തൊരു കണ്ടീഷൻസിൽ നമുക്കിതൊരു സ്റ്റീം ഇൻഹലേഷൻ, ഇതൊക്കെ നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴായാലും നമുക്കിതൊരു സ്റ്റീം ഇൻഹലേഷനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തുളസി ഇലയ്ക്ക് ഒട്ടനവധി ഗുണങ്ങളാണുള്ളത്. എല്ലാവരുടെ വീട്ടിലും തുളസിയില ഉണ്ടാവും. തുളസിയില ഇല്ലാത്തവരാണെങ്കിൽ തുളസിയില വച്ച് പിടിപ്പിക്കണം. വളരെയധികം ഗുണപ്രദമായിട്ടുള്ളൊരു ഔഷധ സസ്യമാണ് തുളസി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.